സ്ലോ മോഷനിൽ വീണ ചേച്ചി കയറി ചെന്നത് ആളില്ലാത്ത സദസ്സിലോട്ടാണ്. ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ആളൊഴിഞ്ഞ കസേരകളായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിനുണ്ടായിരുന്നത്. 10-ൽ താഴെ കാണികൾ. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് റെക്കോർഡിട്ട് കളഞ്ഞല്ലോ വീണേച്ചി. ഗോവിന്ദമ്യാഷ്ടറേയും മുഖ്യദാസനെയൊക്കെ കവച്ചു വെച്ച് കളഞ്ഞല്ലോ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഒരു 10-ൽ താഴെയുണ്ട്. എന്നിട്ടും എഴുതിക്കൊണ്ട് വന്ന പ്രസംഗം നോക്കി വായിക്കാൻ മന്ത്രി കാണിച്ച മനസ്സ് കണ്ടോടി. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഫേസ്ബുക്കിൽ ആ ഒരു റീല് പങ്കുവെച്ചപ്പം മന്ത്രിയുടെ മനസ്സിൽ എന്തൊക്കെ ആശകളായിരുന്നു. ജനപ്രവാഹമായിരിക്കും, ജനസാഗരമായിരിക്കും. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. മന്ത്രി, ജനങ്ങള് തീരുമാനിക്കുന്നതനുസരിച്ചാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് എന്നിനിയെങ്കിലും മനസ്സിലാക്കുക. 100% ഞാൻ യോജിക്കുന്നു. ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ് വൈകുന്നേരത്തെ ആയുഷ് ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി പ്രസംഗിക്കേണ്ടി വന്നത്. എന്നാലും ആ സ്റ്റേജിലിരിക്കുന്ന 2-3 പേർക്കും കൂടെ ഇറങ്ങി വന്ന ആ മുൻനിര എങ്കിലും എങ്ങനെ സഹിച്ചു മന്ത്രി? മുഖ്യദാസനായിരുന്നെങ്കിൽ പിന്നെ മൈക്കിന്റെ പെടലിയെങ്കിലും കുത്തി ഓടിച്ച്. നമുക്കിപ്പോൾ അതും പറ്റത്തില്ലല്ലോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.